ഇന്ന് നമുക്കൊരു ലയൺ സഫാരിക്ക് പോയാലോ? ഇവിടെ കാനഡയിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്തായിട്ടൊരു ആഫ്രിക്കൻ ലയൺ സഫാരി ഉണ്ട്. അപ്പം ഒരു ലോങ് വീക്കെൻഡ് കിട്ടി, വിക്ടോറിയ ഡേ ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം അവധി കിട്ടി. അപ്പോൾ എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇറങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ബസ് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് തന്നെ ഇതേപോലെ നമ്മുടെ സ്വന്തം വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയും കൊണ്ട് തന്നെ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് എല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് ബസ്സാണ്. ഞങ്ങളവിടെ ചെന്നിട്ട് ബസ്സിലാണ് കയറിപ്പോയത്. ഇപ്പോൾ ബസ്സിൽ പോകണമെങ്കിൽ എക്സ്ട്രാ ഒരു $5 സംതിങ് പേ നമ്മൾ ചെയ്യണം ടോട്ടൽ എമൗണ്ടിൻ്റെ കൂടെ. ടോട്ടൽ എമൗണ്ടിൽ എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഈ ഒരു ബസ് ഒഴികെ. ബസ്സിന് നമ്മളൊരു എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ ബസ് ചൂസ് ചെയ്തു. കാരണം ബസ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഭയങ്കര വ്യൂ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. നമ്മൾ കാറിൽ പോകുമ്പോൾ നമുക്ക് അത്ര എല്ലാം ക്ലിയർ ആയിട്ടൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടത്തുമില്ല. ഒത്തിരി അങ്ങോട്ട് സ്ലോ ചെയ്തൊക്കെ പോകാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ ബസ്സാകുമ്പം അവിടെയുള്ളവർ തന്നെയാണ്. അപ്പോൾ അവർ നമുക്ക് എല്ലാം ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് ഓരോന്നിനെക്കുറിച്ചും അവിടെയുള്ള എല്ലാ മൃഗങ്ങളെക്കുറിച്ചും അവർ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഓരോന്നും എന്താണെന്നും അതിൻ്റെ സയൻറ്റിഫിക് നെയിം, പിന്നെ അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ ഫുഡ്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ടൂറിസ്റ്റ് ഗൈഡ്, വണ്ടി ബസ് ഓടിക്കുന്ന ആൾ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സിലാണ് പോയത്. പിന്നെ നമ്മുടെ കൂടെ വേറെ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അവിടുത്തെ കനേഡിയൻസ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു, പിന്നെ വേറെ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ജോളിയായിട്ട് ഞങ്ങളങ്ങനെ ബസ്സിലാണ് പോയി കണ്ടത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. അതിനുള്ളിൽ കൂടി നമ്മൾ പോകുമ്പം ലൈക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫോറസ്റ്റിനുള്ളിൽ കൂടി പോകുന്ന പോലെ തന്നെയുള്ള ഇതാണ്. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആനിമൽസ് ഉണ്ടായിരുന്നു, വൈൽഡ് ആനിമൽസ് ആയിട്ട്. പിന്നെ അവിടെ ആ ഒരു സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. ഓരോ മൃഗങ്ങൾക്കും പറ്റിയുള്ള രീതിയിൽ, ഇപ്പോൾ ഹിമാലയൻ ഗോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ രീതിയിൽ ഇങ്ങനെ ഒരു ലൈക്ക് മൗണ്ടെയിനൊക്കെ പോലെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഹാബിറ്ററ്റ് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ശരിക്കും ഭയങ്കര ആനിമൽസിനേക്കാളും കൂടുതൽ എനിക്കവിടെ ഭയങ്കര ഭംഗിയായിരുന്നു ആ ഒരു ഏരിയ കാണാനായിട്ട്. ഭയങ്കരമായിട്ടും ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതൊരു റൈനോസിൻ്റെ ആണ്. അപ്പം ഇതിൻ്റെ ഇവിടെ എത്തിയപ്പം നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡ് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞ് ഇതിപ്പോൾ മെയിൽ മാത്രമേ ഉള്ളൂ, ഫീമെയിൽ ആയിട്ടുള്ള ആൾ ഭയങ്കര ഷൈ ആയതുകൊണ്ട് ആൾ പുറത്തിറങ്ങിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. എല്ലാ ഇൻഫർമേഷനും അവർ തന്നെ പറയും, ഓരോന്നിൻ്റെ പേര് കാര്യങ്ങളെല്ലാം പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും നമുക്കൊരു ഐഡിയ കിട്ടും, ഓരോന്നും എന്താണെന്നുള്ളൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. Similar to the giant panda, Szechuan takin are national treasure by the Chinese, but they are also and if you can see any males with their horns spiraling, they are capable of growing up to 5 feet long, despite their actual height of only 3 feet. These animals are very sure-footed jumpers and climbers, who are capable of maneuvering the steepest cliffs in Asia. ഇത് നമ്മുടെ ഇവിടുത്തെ കാനഡയിലെ മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് ഗൂസ് എന്ന് പറയുന്നത്. നമ്മൾ നാട്ടിൽ കാക്കേനെയൊക്കെ കാണുന്ന പോലെ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു സാധനമാണ് ഗൂസ്. അങ്ങനത്തെ കുറേ ഡിഫറെൻറ്റ് ആനിമൽസും ബേർഡ്സും ഒക്കെ ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇങ്ങോട്ടാണ് പോയത്, ബസ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു സഫാരിയാണ് ഫസ്റ്റ് ചെയ്തത്. ഇത് നമ്മുടെ നാട്ടിലെ മാൻപോണക്കത്തെ ഇതാണ് കേട്ടോ, ഡിയർ ആണ്. അപ്പം അത് കുറേ കൂട്ടമായിട്ട് അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത്രയായിരുന്നു ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബസ് വന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് നമ്മൾ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു മാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാപ്പിനുള്ളിലുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാം. നമ്മളിപ്പോ ഇത്രയും കണ്ടിട്ടുള്ളൂ, ഇത്രയും സാധനം കാണാനുണ്ട്. അപ്പം ആഫ്റ്റർ ഡിസ്കഷൻ ഞങ്ങൾ നേരെ
ഞങ്ങൾ കെന്യ പാർക്കിലോട്ടാണ് അടുത്ത് പോകാനായിട്ട് തീരുമാനിച്ചു, കെന്യ ഗേറ്റ്. അപ്പോൾ കെന്യ ഗേറ്റിനുള്ളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പ്രസൻറ്റേഷൻ കാര്യങ്ങളെല്ലാം അതിനകത്ത് നടക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഫുഡ് കോർട്ട് കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫുഡ് കോർട്ട് ഉണ്ട്, ഇതേപോലത്തെ ഫുഡ് ട്രക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനുള്ളിൽ കയറിയിട്ട് ഫുഡ് കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ കുറേ പാർക്ക് സെക്ഷൻസ് ഉണ്ട് കേട്ടോ. മെയിനായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിൽഡ്രൻസിൻ്റെ കുറേ സെക്ഷൻസ് ഉണ്ടായിരുന്നു, കുറേ വാട്ടർ പാർക്ക് പോലെ അങ്ങനത്തെ കുറേ, പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സെക്ഷൻ എല്ലാം വന്നത് ഈ ഒരു കെന്യ ഗേറ്റിനുള്ളിലായിരുന്നു. പിന്നെ ഇവിടെയാണ് മെയിനായിട്ടും ഇവൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ആ ഇവൻറ്റ്സ് കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കെന്യ ഗേറ്റിലോട്ട് വന്നത്. അപ്പോൾ 3 ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു, പാരറ്റ് പാരഡൈസ്, ബേർഡ്സ് ഓഫ് പ്രേയും വൈൽഡ് വണ്ടേഴ്സും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ബസ് ഇറങ്ങി വന്നപ്പോൾ തന്നെ വൈൽഡ് വണ്ടേഴ്സിൻ്റെ ടൈം ആയിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ വൈൽഡ് വണ്ടേഴ്സ് കാണാനായിട്ട് പോയി. നമ്മൾ ഈ വൈൽഡ് വണ്ടേഴ്സ് കാണാൻ പോകുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ആയിട്ടിങ്ങനെ പോണ വഴി തന്നെ ഇവരിങ്ങനെ ബേർഡ്സിന് കുറേ സെക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ ഓരോ സെക്ഷൻ ഓരോ ബേർഡ്സിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വലിയ കൂടാണ്, വലിയ കൂടിൻ്റെ അകത്ത് ചെറിയ ഓരോ ബേർഡ്സൊക്കെ കാണുള്ളൂ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിച്ചു, എന്തിനാണ് ഈ ഒരു ഇത്രയും വലുതായിട്ട് ഒരു ബേർഡിന് ഇത്രയും വലിയ കൂട് വെച്ചേക്കണമെന്ന് വിചാരിച്ചു. അപ്പം ചിലതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബേർഡ്സിനെ കാണത്തില്ല. അപ്പോൾ ചിലതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒതുങ്ങി കൂടി പതുങ്ങിയൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം ബേർഡ്സ് എവിടെയാണെന്നുള്ളത്. അതായതുകൊണ്ടോ ഇതിനെ കണ്ടുപോലും ഇല്ല. അപ്പോൾ ഇത്രയും വലിയ കൂടുണ്ട്, നോക്കുമ്പം ചിലപ്പോൾ ഒരാളേക്ക് കാണുകയുള്ളൂ. പക്ഷേ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചൊക്കെ ഇരിക്കുമായിരിക്കും. അങ്ങനെ കുറേ ബേർഡ്സിൻ്റെ ഉണ്ടായിരുന്നു, കുറേ ഡിഫറെൻറ്റ് ബേർഡ്സ്, അതിൻ്റെ കുറേ വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നിൻ്റെ സയൻറ്റിഫിക് നെയിമും അതിൻ്റെ നേറ്റീവ് പ്ലേസും പിന്നെ അതിൻ്റെ എത്ര ലൈഫ് സ്പാൻ എത്രയാണ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കത് വെച്ചിട്ട് പേരൊക്കെ എവിടത്തെയാണ് ഈ ഒരു ബേർഡ്, നേറ്റീവ് പ്ലേസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവരിൽ നിന്ന് കിട്ടും. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ വൈൽഡ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പ്രസൻറ്റേഷനിലോട്ടാണ് പോയത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ആനിമൽസിൻ്റെ ഒരു സെക്ഷൻസ് ആയിരുന്നു. അതിനെ അവർ ജസ്റ്റ് നമുക്കിങ്ങനെ കൊണ്ടുപോയി കാണിക്കും. ദെൻ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ അതിനെ കൊണ്ട് ചെറിയ ഓരോ ആക്ടിവിറ്റീസ് അവരിങ്ങനെ ചെയ്യിപ്പിക്കും. അതിങ്ങനെ ക്യൂട്ടായിട്ടുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. Alright, when you're at Wild Wonders, you're about to meet a wide variety of different species of animals. So whether they are feathered, scaled, or furry, they all have unique adaptations they would be able to survive their environments. So we're going to focus on that. Your legs, the stockier, heavier body, wandering around, feeding on ground and vegetation. Check their areas there as they dig those burrows. But the scientists want to know what kind of impact does that make, because all of these burrows from armadillos, taking them everywhere, they studied them, placing cameras on armadillo burrows. They found out that they are predominantly feeding on other animals out in the wild, so that bite is quite impactful. And that's what happens. People will fire a tiny little lizard, grows into a giant lizard. And what makes the snakes so important to their environment is what they're eating. That is the contribution they're making. They're feeding and eating on. അങ്ങനെ ആ ഒരു ഷോ ഏകദേശം ഒരു 30 മിനിറ്റ്സൊക്കെ അടുത്തുണ്ടായിരുന്നു. കുറേ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ ചെറിയ ഇതിനെ കൊണ്ടൊക്കെ കാണിച്ചു. ദെൻ അതിന് ശേഷം ഞങ്ങൾ അവിടെ ആഫ്രിക്കൻ ആന ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഏഷ്യൻ ആനയായിരുന്നു, ഏകദേശം നമ്മുടെ നാട്ടിലേക്കുള്ള ആനക്കൂട്ടായിരുന്നു. അതുകൊണ്ട് ആഫ്രിക്കൻ ആനയെ കാണാൻ പറ്റിയില്ല. പിന്നെ അതിന് ശേഷം എഗെയിൻ കുറച്ചുകൂടി ബേർഡ്സിൻ്റെ സെക്ഷൻ കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ വോൾച്ചേഴ്സ്, പിന്നെ ഈഗിള്, അങ്ങനത്തെ കുറേ ഐറ്റംസ് കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് രാവൺ എന്ന് പറയും. രാവൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ കാക്കയുണ്ടല്ലോ, അപ്പോൾ അതേപോലത്തെ ഇവിടുത്തെ കാക്കയ്ക്ക് പറയണതാണ് രാവൺ എന്ന് പറയുന്നത്. അപ്പം അത് കാക്ക തന്നെയാണ്. എക്സാക്റ്റ് നമ്മുടെ നാട്ടിൽ ഈ ബലിക്കാക്ക എന്നൊക്കെ പറയുന്ന ഐറ്റമില്ലേ അത്. പിന്നെ ഈ ആളെ കണ്ടു കിട്ടാൻ വേണ്ടി കുറച്ച് താമസം വന്നു കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് ആളെ നോക്കിയിട്ട് കാണുന്നില്ലായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ആൾ ഇറങ്ങി വന്നത്. പിന്നെ അത്ര തൽപരകക്ഷി അല്ലാത്തതുകൊണ്ട് ആളൊന്ന് വന്ന് നോക്കിയിട്ട് അപ്പം തന്നെ പുറകോട്ട് പോയി. ക്യാമറകളൊന്നും ഫേസ് ചെയ്യാനായിട്ട് നിന്നില്ല. പിന്നെ കുറേ ബേർഡ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതൊരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. ഇതിന് നമുക്ക് പെറ്റിങ് ചെയ്യാൻ പറ്റുമായിരുന്നു. അവിടെ നമുക്കൊരു പെറ്റായിട്ട് ഇങ്ങനെ പോയി ടച്ച് ചെയ്യാൻ, ചിലത് അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് ടച്ച് ചെയ്യുകയൊന്നും ചെയ്തേക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചിലതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തലോലിക്കുകയൊക്കെ ചെയ്യാം. അതിനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻ കേസ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷിങ്ങിന് വേണ്ടിയിട്ട് അവിടെ വേറെ സെക്ഷൻസൊക്കെ ഉണ്ട്. നമ്മുടെ കൈ കാര്യങ്ങളെല്ലാം വാഷ് ചെയ്തിട്ട് ഹൈജീൻ ഉറപ്പ് വരുത്താനുള്ള കാര്യങ്ങളും അവിടെ തന്നെ അവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അടുത്ത് പോയത് ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാരഡൈസ്, ബേർഡ്സ് ഓഫ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഒരു ബേർഡ്സിൻ്റെ ഒരു പ്രസൻറ്റേഷനായിരുന്നു. അതും രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ ഇങ്ങനെ ബേർഡ്സിന് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു ബേർഡിനെ അവിടെ ജസ്റ്റ് കൊണ്ട് വെക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ആൾ ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് അങ്ങ് പോയി. പിന്നെ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് നിന്നാണ് അവർ വന്ന് പിടിച്ചുകൊണ്ട് പോയത്. ഇതിൻ്റെ അകത്ത് കുറേ ബേർഡ്സ് ഇങ്ങനെ ലൈക്ക് നമ്മുടെ ഈ പാരറ്റിൻ്റെ തന്നെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാരറ്റിനെ കൊണ്ട് അവരിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയിക്കുന്നുണ്ടായിരുന്നു. പാട്ട് പഠിക്കുക, പിന്നെ ഓഡിയൻസിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.